സ്നേഹപിതാവാണവൻ. കരയുമ്പോൾ പോകാനൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരമുണ്ട്. കഥനങ്ങളിൽ എൻ സഹനങ്ങളിൽ കരുതുന്ന സ്നേഹപിതാവാണവൻ. അവനിൽ കോട്ടയും സങ്കേതവും, അവനിൽ ജീവന്റെ സംഗീതവും, അവനിൽ ആശയും പ്രത്യാശയും, അവനിൽ ഞാൻ ദിനം ചാരിടുന്നു. കരുതുന്ന സ്നേഹപിതാവാണവൻ. ഒരു നാളും എന്നെ പിരിയില്ല എന്നവൻ വാഗ്ദത്തം തന്നതിനാ. ഒരു നാളും എന്നെ പിരിയില്ല എന്നവൻ വാഗ്ദത്തം തന്നതിനാ. തളരേണ്ടതില്ല, ഞാൻ പതറേണ്ടതില്ല. കരുതുന്ന സ്നേഹപിതാവാണവൻ. തളരേണ്ടതില്ല, ഞാൻ പതറേണ്ടതില്ല. കരുതുന്ന സ്നേഹപിതാവാണവൻ. അവനിൽ കോട്ടയും സങ്കേതവും, അവനിൽ ജീവന്റെ സംഗീതവും, അവനിൽ ആശയും പ്രത്യാശയും, അവനിൽ ഞാൻ ദിനം ചാരിടുന്നു. കരുതുന്ന സ്നേഹപിതാവാണവൻ. മധുരാജ്യമാകും വചനങ്ങളാലൻ കഥനങ്ങൾ മായ്ക്കുന്നവൻ. മധുരാജ്യമാകും വചനങ്ങളാലൻ കഥനങ്ങൾ മായ്ക്കുന്നവൻ. കുരിശോളമെന്നെ തൻ നെഞ്ചോട് ചേർക്കും. കരുതുന്ന സ്നേഹപിതാവാണവൻ. കുരിശോളമെന്നെ തൻ നെഞ്ചോട് ചേർക്കും. കരുതുന്ന സ്നേഹപിതാവാണവൻ. കരയുമ്പോൾ പോകാനൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരമുണ്ട്. കഥനങ്ങളിൽ എൻ സഹനങ്ങളിൽ കരുതുന്ന സ്നേഹപിതാവാണവൻ. കരയുമ്പോൾ പോകാനൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരമുണ്ട്. കഥനങ്ങളിൽ എൻ സഹനങ്ങളിൽ കരുതുന്ന സ്നേഹപിതാവാണവൻ. അവനിൽ കോട്ടയും സങ്കേതവും, അവനിൽ ജീവന്റെ സംഗീതവും, അവനിൽ ആശയും പ്രത്യാശയും, അവനിൽ ഞാൻ ദിനം ചാരിടുന്നു. കരുതുന്ന സ്നേഹപിതാവാണവൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ വളരെ ആഗ്രഹത്തോടും കൊതിയോടും കൂടി ഒരു കാര്യം നിങ്ങളെ തെரியപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യം വായിച്ച് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യം.
മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യം. വളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. എല്ലാവരും അത് കേട്ട് കണ്ണു തുറന്ന് സത്യയോടെ കാര്യം ഒന്ന് മനസ്സിലാക്കുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാവിൽ നിന്ന് വന്നതായൊരു ശബ്ദമാണ്. അനുഗ്രഹിക്കുന്നതായ നാവിൽ നിന്ന് വന്നതായ ഒരു ശബ്ദമാണ്. സ്നേഹം മാത്രം ഒഴുകി വരുന്ന നാവിൽ നിന്ന് വന്നതായ ഒരു ശബ്ദമാണ്. കരുണയുടേതായ ശബ്ദം മാത്രം ഒഴുകി വരുന്ന നാവിൽ നിന്ന് വന്നതായ ഒരു ശബ്ദമാണ്. കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവി, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കർത്താവ് ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു ദാസനെക്കുറിച്ച് പറഞ്ഞതാണ്. അത് താലന്തുകളുടെ ഉപമയിൽ കർത്താവ് അവസാനം പറയുന്നൊരു കാര്യമാണ്. ഈ ഏറ്റവും പുറത്തുള്ള അന്ധകാരത്തിൽ, ദൈവത്തിന് സ്തോത്രം, കരച്ചിലും പല്ലുകടിയും ഉള്ളതായ നിത്യനരകത്തിൽ ഈ പുഴുക്കളുടെ കടിയേറ്റ് നരകയാതന അനുഭവിക്കുന്ന വ്യക്തി ആരാണത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ കരങ്ങളിൽ നിന്ന് താലന്ത് കൈനീട്ടി മേടിച്ചവനാണ്. എല്ലാവർക്കും മനസ്സിലായോ? വാച്യാർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ താലന്ത് കൈനീട്ടി, ആ താലന്ത് കയ്യിലിരിക്കുന്നവനാണ് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ കെടാത്ത തീയും ചാകാത്ത പുഴുവും കത്തുന്ന ഗന്ധവും ഉള്ളതായ നിത്യ നരകത്തിൽ തീയുടെ യാതനയിൽ പൊള്ളി നശിക്കുന്നത്. ചാവുന്നുമില്ല. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം നിങ്ങളോട് വ്യക്തമായി പറയുന്നത്. എന്താണ് അവൻ്റെ കുറ്റം? കർത്താവായ യേശുക്രിസ്തു, കരുണയുടെ ഉറവിടമായിരിക്കുന്ന, സ്നേഹനിധിയായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഏറ്റവും പുറത്തുള്ള ദി ഔട്ടർ മോസ്റ്റ് ഡാർക്ക്നെസ്, അതും പറഞ്ഞിട്ട് കർത്താവിന് മതിയാകുന്നില്ല. അവിടെ കരച്ചിലും പല്ലുകടിയുമുള്ള സ്ഥലത്തേക്ക് ഒരാളെ കർത്താവ് തള്ളിവിടുന്നത് എന്ത് പാപം ചെയ്തവനാ? നിങ്ങൾക്കറിയോ എന്ത് പാപം ചെയ്തതാ? കൊലപാതകം ചെയ്തോ? മോഷണം ചെയ്തോ? കള്ളു കുടിച്ചോ? ആരെങ്കിലും തല്ലി വീഴ്ത്തിയോ? പിന്നെ എന്ത് ചെയ്തു? കുഴപ്പമെന്നാ? തന്ന താലന്ത് ദുർവിനിയോഗം ചെയ്തില്ല, അന്യാധീനപ്പെടുത്തി കളഞ്ഞില്ല, അതുകൊണ്ട് കള്ളു കുടിച്ചില്ല, വേറെ എന്തെങ്കിലും ദോഷം ആ താലന്ത് കൊണ്ട് ചെയ്തില്ല. ദൈവത്തോടുള്ള ഭയവും ബഹുമാനവും ഉള്ളത് കൊണ്ട് അത് ഒന്ന് മണ്ണിൽ കുഴിച്ചു വെച്ച് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്നതല്ല ആത്മീയം. ഓരോ വലിയ വ്യക്തിക്കും, കൊച്ചുകുട്ടികൾക്ക് പോലും ഇത് ബാധകമാണ്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ താലന്തുകൾ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ആ താലന്ത് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഒരാൾക്ക് 5 താലന്ത്, ഒരാൾക്ക് 2 താലന്ത്, ഒരാൾക്ക് 1 താലന്ത് യജമാനൻ ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ ഏൽപ്പിച്ചു കൊടുത്താണ്. ഒരാൾക്ക് 5, ഒരാൾക്ക് 2, ഒരാൾക്ക് 1 അവരുടെ പ്രാപ്തി പോലെ കൊടുത്തു. ഒരുത്തന് 5 താലന്ത്, മറ്റവന് 2 താലന്ത്, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു. അവനവൻ്റെതായ കഴിവിനനുസരിച്ച്, അക്കോർഡിംഗ് ടു ദെയർ എബിലിറ്റീസ്. ഓരോരുത്തർക്കും ആ താലന്ത് കൊണ്ട് എന്തുമാത്രം വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിക്കാം എന്ന് കർത്താവിന് വളരെ വ്യക്തമായിട്ട് അറിയാം, ആ വ്യക്തിയുടെ കഴിവ്. അതുകൊണ്ട് ഓരോരുത്തർക്കും ചുമക്കാൻ മാത്രമുള്ളതേ കൊടുത്തുള്ളൂ, ചെയ്യാൻ പറ്റുന്ന വേല മാത്രമേ ചെയ്തുള്ളൂ, ഏറ്റെടുക്കാവുന്ന ഉത്തരവാദിത്തങ്ങൾ മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അത് ഉത്തരവാദിത്വം വേണ്ടവണ്ണം നിർവഹിച്ചില്ല. 16, 17, 18 വാക്യങ്ങളിൽ ഈ 3 പേരും തന്ന താലന്ത് കൊണ്ട് എന്ത് ചെയ്തു? എ പേഴ്സൺ വിത്ത് മച്ച് എബിലിറ്റി 5 താലന്ത്, നല്ല കഴിവുള്ള ഒരു വ്യക്തിക്ക് 5 താലന്ത്. എ പേഴ്സൺ വിത്ത് ആവറേജ് എബിലിറ്റി, സാധാരണയുള്ളതായിരിക്കുന്ന സാമാന്യമുള്ളതായ കഴിവുള്ള ഒരു വ്യക്തി 2 താലന്ത്. എ പേഴ്സൺ വിത്ത് മിനിമൽ എബിലിറ്റി, കഴിവ് കുറഞ്ഞതായ വ്യക്തി, അവന് 1 താലന്തും കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. അതെങ്ങനെ വർദ്ധിപ്പിച്ചു? വായിച്ചേ. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. ദൈവത്തിന് സ്തോത്രം. അത് വ്യാപാരം ചെയ്യാനാണ് കൊടുത്തത്. ഉടനെ ചെന്നു. കർത്താവായ യേശുക്രിസ്തു എന്നൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. 5 തന്നത്. എനിക്കത് പരമാവധി
വർദ്ധിപ്പിക്കണം. എന്നെ ഏൽപ്പിച്ചതായ ആ യജമാനൻ തന്നിരിക്കുന്നതായ നന്മകൾ എനിക്ക് വർദ്ധിപ്പിച്ച് ദൈവനാമം മഹത്വപ്പെടണം, പാപിയുടെ മാനസാന്തരം നടക്കണം. അതാണ് ഉദ്ദേശം. എല്ലാവരും ഒന്ന് ഭയത്തോടെ കേൾക്കണം ഞാൻ പറയാൻ കാരണം, അവസാനം ഏത് വാക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ഇനി ഞാൻ പറയാൻ പോകുന്ന വാക്കിൽ ഏതെങ്കിലും ഒന്ന് കേൾക്കും. അത് കർത്താവ് ജീവിക്കുന്ന വ്യക്തിയാണ്. ആ കർത്താവ് അന്നും ഇന്നും അതേ പ്രകൃതിയിൽ ജീവിക്കുന്നു. ഏത് വാക്ക് കേൾക്കുമെന്ന് വളരെ ഞെട്ടലോടെ കേൾക്കുമെന്നുള്ള യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അതുകൊണ്ട് ആരും ചടഞ്ഞിരിക്കാനല്ല, കുഞ്ഞുങ്ങൾ പോലും കേട്ടുകൊള്ളണം. ഉത്തരവാദിത്തമുണ്ട്. 5 താലന്ത് കൊടുത്തവൻ 5 ഉണ്ടാക്കി. അടുത്തത് അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 2 താലന്ത് കൊടുത്തവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ചു, യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 5 കൊടുത്തവൻ 5 ഉണ്ടാക്കി, 2 കൊടുത്തവൻ 2 ഉണ്ടാക്കി, 1 കൊടുത്തവൻ കുഴിച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാൻ കണക്ക് തീർക്കാനായിട്ട് വന്നു. ഞാൻ വളരെ ഭയത്തോടെയാണ് നിൽക്കുന്നത് പറഞ്ഞല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനും ഒരു ദിവസം കണക്ക് തീർക്കാൻ യജമാൻ്റെ മുമ്പിൽ നിൽക്കണ്ടേ? നിങ്ങൾ ഓരോരുത്തരും, മാറ്റമില്ലാത്ത സത്യം നിങ്ങളോട് പറയാണ്, എല്ലാവരും കേട്ടേ, ഓരോരുത്തരും നീതിയോടെ ന്യായം വിധിക്കുന്ന എനിക്ക് താലന്തുകൾ തന്ന യജമാനന്റെ മുമ്പിൽ കണക്ക് തീർക്കാൻ പോയി നിൽക്കേണ്ടി വരും. താലന്ത് നമുക്ക് തന്ന നന്മകളാണ്, ആത്മീകവും ഭൗതികവുമായിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ ആരോഗ്യമായിരിക്കാം, എൻ്റെ വീടായിരിക്കാം, എൻ്റെ വാഹനമായിരിക്കാം, ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു കൂട്ടായ്മയായിരിക്കാം, നമ്മളെ വിട്ട് കടന്നു പോയിരിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠ വിശുദ്ധരായ ദാസന്മാരായിരിക്കാം, ഇപ്പോൾ ഉള്ളതായിരിക്കുന്നതായ നമുക്ക് ആക്കി വെച്ചിരിക്കുന്ന ദൈവമക്കളായിരിക്കാം, നമുക്ക് കാഴ്ചശക്തി തന്നായിരിക്കാം, ശബ്ദം തന്നതായിരിക്കാം, ആരോഗ്യം തന്നായിരിക്കാം, വായിക്കാനുള്ള വിദ്യാഭ്യാസം തന്നായിരിക്കാം, എന്തെല്ലാം. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് പ്രതികരിക്കാമോ? 1 താലന്ത് പോലും ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു വ്യക്തി ഇല്ലല്ലോ. എല്ലാവർക്കും താലന്ത് കിട്ടിയല്ലോ. ഇനി അതിൻ്റെ കണക്ക് തീർക്കാനൊരുത്തൻ വരും. എനിക്കൊരു ശബ്ദം തന്നില്ലേ, എന്നെ വചനം തന്ന്, ദൈവത്തിന് സ്തോത്രം, സത്യവചനം ഒന്ന് ശരിയായി പഠിപ്പിക്കാനുള്ളതായ ആ ഒരു താലന്ത് എന്നെ ഏൽപ്പിച്ചില്ലേ? ദൈവത്തിന് സ്തോത്രം. എന്നോട് ഒരിക്കൽ ചോദിക്കില്ലേ? പാട്ട് പാടാനുള്ള താലന്ത് തന്നവരില്ലേ? എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നൊരു ദിവസമില്ലേ? വേദപുസ്തകം വായിക്കാൻ വന്നവരില്ലേ? വണ്ടി ഓടിക്കാൻ വന്നവരില്ലേ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, താലന്ത് കിട്ടാത്ത ആരുമില്ലല്ലോ. ഏത് വല്യമ്മയ്ക്കും ഏത് കൊച്ചിനും ആർക്കു വേണേലും ആ താലന്ത് ഉപയോഗിക്കാൻ പാടില്ലേ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, താലന്ത് എപ്പോഴും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അത് വ്യാപാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്നേഹം നിങ്ങൾക്ക് ദൈവം തന്നില്ലേ? എന്തുമാത്രം സ്നേഹം മറ്റുള്ളവർക്ക് കൊടുത്തു. നിങ്ങൾ വചനം കേട്ടില്ലേ? എന്തുമാത്രം ഈ വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊന്നും നിസ്സാരമായിട്ട് എടുക്കരുത്. സുവിശേഷം നിങ്ങൾ വരണം എന്ന് കേട്ട് മടുത്തു, അതുകൊണ്ട് ഇത്തവണ പോയേക്കാന്ന് പറയാൻ തൊക്കെ നിർബന്ധി വിളിച്ച് എത്ര പേരുണ്ട്. കണക്ക് തീർക്കേണ്ട ഒരു ദിവസം വരും. നീ അധ്വാനിച്ചുണ്ടാക്കി കുറെ പണത്തിൻ്റെതായ ബാങ്ക് ബാലൻസ് കൊണ്ടെങ്കിൽ ചെല്ലാൻ ഒക്കില്ല. നിനക്കൊരു വാഹനം തന്നിട്ടുണ്ട്, എൻ്റെ വാഹനത്തിൽ ഇനി 3 സീറ്റോടെ ബാക്കിയുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. സഹോദരി എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ വന്ന് കയറ്റിക്കൊണ്ടവളാന്ന് പറഞ്ഞ് കയറ്റിക്കൊണ്ട് വന്ന് എത്ര പേര് ഇവിടെയുണ്ട്? തീഷ്ണതയോടെ ന്യായം വിധിക്കുന്ന ദിവസത്തിന്റെ മുമ്പാകെ നിങ്ങൾ പോയി നിൽക്കേണ്ടതായിട്ട് വരുമെന്നുള്ള കാര്യം എഴുതി വെച്ചു. സുഖിമാന്മാരായിട്ട് വന്ന് കേട്ട് കയ്യും പൊക്കിച്ചും പോയാൽ പോരാ. ഒരു ന്യായവിധിയുടെ ദിവസമുണ്ട്. തിന്മ ചെയ്തവർക്ക് മാത്രമുള്ളതായ ന്യായവിധിയല്ല, നന്മ ചെയ്യാത്തവർക്കുള്ള ന്യായവിധി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കളെ, 5 താലന്ത് കിട്ടിയവനോട് എന്ത് പറഞ്ഞു? 5 താലന്ത് ലഭിച്ചവൻ അടുക്കെ വന്നു, വേറെ 5 കൂടെ കൊണ്ടുവന്നു. വേറെ 5 കൂടി കൊണ്ടുവന്നു. യജമാനനെ 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് ഇവിടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ത് പ്രാഗൽഭ്യത്തോടാ! ഞാൻ ഓട്ടനെ പോയി. ദൈവത്തിന് സ്തോത്രം. പല കാര്യങ്ങൾക്കും വേണ്ടി ഓടി. ഞാൻ ഇതിനകത്ത് പറയുന്നറിയാം, നമ്മുടെ കൺവെൻഷനൊക്കെ അടുത്ത് വരെയല്ലേ.
ആരും ഉന്തിമരം കയറ്റിയൊന്നുമല്ല വീടുകളിൽ ആളെ ക്ഷണിക്കാൻ പോകേണ്ടത്. അകത്ത് തീ കത്തണം. പൗലോസ് പറഞ്ഞില്ലേ, സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. എന്തു മാറ്റിവെച്ചിട്ട്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്തു മാറ്റിവെച്ചിട്ട് അതിനു വേണ്ടി? ഇന്ന് ആളുകൾക്ക് മുഴുവൻ തിരക്കാണ്. ആകെ മാറ്റിവെക്കുന്ന എന്താണ്? പ്രാർത്ഥനയും സുവിശേഷ വേലയും. ബാക്കി എന്തെങ്കിലും മുടങ്ങോ? നിങ്ങളൊന്ന് പറ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ നയവാന്റെ ചേരിക്ക പെൺകുട്ടി, കുഷ്ഠം കഴുകാനായിട്ട് വിളിച്ചുകൊണ്ടുവന്നായ പെൺകുട്ടി, അദ്ദേഹത്തിന് കുഷ്ഠമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഇതിൻ്റെ അപ്പുറം വരേണ്ടതാ. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അടിമവേലയ്ക്ക് വേണ്ടി പിടിച്ചുകൊണ്ട് വന്ന ആളല്ലേ, ഇതിൻ്റെ അപ്പുറം കുഷ്ഠം വരേണ്ടതാന്നല്ല പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ ഒരു സൗഖ്യം കിട്ടണം, ഇദ്ദേഹത്തിനൊരു സൗഖ്യം കിട്ടണം. എന്ത് മനസ്സ്! എനിക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആ കുട്ടിയെന്ന് കാണുന്നുണ്ട്. ഇതുപോലെ മതവിക്കന്മാരുടെ അടുക്കൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് ചേരിക്ക വേല ജയിച്ച് ഉപദ്രവിച്ചതായ, എൻ്റെ ഭാവി മുഴുവൻ നശിപ്പിച്ചതായിരിക്കുന്ന ഈ പുരുഷന് കുഷ്ഠം നന്നായി, ദൈവം നീതിമാനല്ലേ, അതുകൊണ്ട് കൊടുത്താന്നല്ലോ പറഞ്ഞത്. എൻ്റെ ഉള്ളത്തിലൊരാഗ്രഹമുണ്ട്, ഈ യജമാൻ്റെ കുഷ്ഠം ഒന്ന് മാറണം. അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കല്ലേ. എനിക്കൊരു പ്രവാചകനെ അറിയാം. അവൾ ഊഴിവേല ചെയ്യുന്ന, വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണെങ്കിലും അവൾ അറിയാവുന്ന സത്യത്തിൻ്റെ സാക്ഷിയായി ചേരിക്ക വീട്ടിൽ നിന്നു. കാൽവരി ക്രൂശിലെത്തിയ രക്ഷയുടെ സന്തോഷം മകനെ അനുഭവിക്കണമെന്നൊരു വാക്ക് പറയാൻ അറിയാൻ വയ്യാത്ത ഏതെങ്കിലും വല്യമ്മ ഇവിടെ ഉണ്ടോ? സുവിശേഷത്തിന്റെ ജ്വാലയും പിടിച്ചുകൊണ്ട് ഓടണ്ടേ? ലജ്ജ കൂടാതെ സുവിശേഷത്തിന്റെ ശബ്ദം മുഴക്കണ്ടേ? നിങ്ങൾ ഏത് വ്യക്തിയാണെങ്കിലും പറയാം, ഇത് എനിക്കും നിങ്ങൾക്കും, എന്ത് വിദ്യാഭ്യാസമുള്ളവർക്കും, ഏത് ഉന്നതന്മാർക്കും ഇത് ബാധകമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 5 താലന്ത് കിട്ടിയവൻ ഉടനെ എന്ന് വ്യാപാരം ചെയ്തു 5 കൂടെ ഉണ്ടാക്കി. എന്താ പറഞ്ഞത്? ദൈവത്തിന് സ്തോത്രം. നല്ലവനും വിശ്വസ്തനുമായ ദാസൻ. നല്ലവനും. ഇതൊന്ന് കേട്ടേ നിങ്ങൾ അടങ്ങാവുള്ളൂ. ഇത് കേൾക്കാൻ തക്കവണ്ണം വീട്ടിൽ ഇരുന്നാൽ മതിയോ? നിങ്ങൾ ഓരോരുത്തരൊന്നും മനസ്സിലാക്കിയത്, കർത്താവ് നീതിമാനല്ലേ. 5 താലന്ത് കൊടുത്തവൻ 5 ഉണ്ടാക്കി കൊണ്ടുവന്ന് കർത്താവിൻ്റെ അടുത്ത് ഞാൻ ഉടനെ ചെന്ന് എനിക്ക് തന്നാൽ ആവുന്നതുപോലെ കർത്താവിൻ്റെ വേലയ്ക്കും മഹത്വത്തിനും പാപിയുടെ മനസാത്വത്തിനും വേണ്ടി ചെയ്ത്, കർത്താവ് എനിക്ക് കൂടുതലൊന്നും 15 ഉണ്ടാക്കാൻ പറ്റിയില്ല, 12 ഉണ്ടാക്കാൻ പറ്റിയില്ല, ഞാൻ 5 കൊടുത്ത് 5 കൂടെ ഉണ്ടാക്കി ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. വിനയത്തോടെ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. മുഖത്തേക്കൊന്ന് നോക്കി. കർത്താവിൻ്റെ ഉള്ളം സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും അങ്ങോട്ട് നിറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് കൊടുത്തായിരിക്കുന്ന അനുഗ്രഹത്തെ വർദ്ധിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. നന്മയെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് വന്നതായ ഒരു ദൈവദാസൻ എന്ത് പറഞ്ഞു? അതിനെ യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ഇറ്റ് ഈസ് ഗുഡ്, നല്ലവനും വിശ്വസ്തനുമായിരിക്കും ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നീ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. ദൈവത്തിന് കേട്ട ദൈവങ്ങളെല്ലാവരും എല്ലാവരും ഒന്ന് തുറന്ന് കേട്ടിയത്, കണ്ണ് തുറന്ന് ചെവി തുറന്ന് കേട്ടി. സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ മണവറയിലേക്ക് പ്രവേശിച്ചു കൊള്ളാൻ ഇവിടെ വെച്ച് കിട്ടി, ഇവിടെ വെച്ച് വചനം കിട്ടി. ഉറക്കം നോങ്ങിയിരുന്നാൽ പറ്റില്ല. ദൈവത്തിന് നല്ലവനും നല്ലവളും വിശ്വസ്തനുമായ ദാസനെ, നിനക്ക് തന്ന താലന്ത് നീ ദൈവനാമ മഹത്വത്തിനും ഭാവിയുടെ മാനസാന്തരത്തിനും സുവിശേഷത്തിനു വേണ്ടി തന്നാൽ ആവതി ചെയ്ത് വർദ്ധിപ്പിച്ചോ. നിനക്ക് വേണ്ടി ഒരു സന്തോഷത്തിന്റെ മണവറ ഞാൻ വാസസ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ബിക്കോസ് ദൈവത്തിന്റെ സ്തോത്രം, നീ വിശ്വസ്തനാണ്, നീ നല്ലവനാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 2 താലന്ത് കൊടുത്തവൻ 2 കൂടെ കൊണ്ടുവന്നു. ദൈവത്തിന് 1 താലന്ത് കൊടുത്തവൻ കുഴിച്ചു വെച്ചു, ശാപഗ്രസ്തനായി. അവൻ 5 താലന്ത് കൊണ്ടുവരണ്ട, അവൻ 4 താലന്ത് കൊണ്ടുവരണ്ട, അവൻ 1ന്റെ സ്ഥാനത്ത് 1 കൊണ്ടുവന്നാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളൊന്ന് കരുതലോടെ മനസ്സിലാക്കണം. It is not the portion which is important, but it is the proportion. അവൻ 5ഉം 10ഉം ഒന്നും ഉണ്ടാകണ്ട, 1 മതിയായിരുന്നു, 1 മതിയായിരുന്നു. ഹല്ലേലൂയ, ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനാകും. എന്നാൽ ഈ 2ാമത്തെ താലന്ത് കിട്ടിയവൻ മറ്റത് 10 കൊണ്ടുവന്നില്ലേ? 2ാമത്തെ താലന്ത് കിട്ടിയവൻ 2 കിട്ടിയവൻ ആകെ 4 കൊണ്ടുവന്നുള്ളൂ. എന്നാ പറഞ്ഞേ? 2 താലന്ത് ലഭിച്ചവൻ മടിക്കെ വന്നു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവനോട് എന്താ പറഞ്ഞത്? അതിനെ യജമാനൻ, നല്ലവൻ വിശ്വസ്തനുമായ ദാസനെ. അതേ വാക്കുകൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്. മറ്റത് 10 കൊണ്ടുവന്നു, ഇത് 4 കൊണ്ടുവന്നുള്ളൂ. അതുകൊണ്ട് അനുഗ്രഹം എല്ലാം കുറഞ്ഞു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം.
ഒന്നും കുറഞ്ഞില്ല. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ അധികത്തിൽ വിചാരകനാക്കി മാത്രമല്ല, സ്വർഗത്തിൻ്റെ സന്തോഷത്തിൻ്റെ മണവറയിലേക്ക് നിന്നെ ഞാൻ സ്വീകരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ഒരു താലന്ത് കിട്ടിയവൻ ഒന്ന് ഞാൻ പറയാറുണ്ട്, എന്തെങ്കിലും വ്യാപാരം ചെയ്ത് നഷ്ടം വന്നാലും ശപിക്കുകയില്ലായിരുന്നു. ഇവിടെ അത് പൂഴ്ത്തി വെച്ചു. ഹല്ലേലൂയ. എന്നാൽ അത് മാത്രമല്ല, അവൻ്റെ മനോഭാവം എന്താ? 24 വാക്യം വായിച്ച്, 24 മുതലായ വാക്യങ്ങൾ. ഒരു താലന്ത് ലഭിച്ചവനും അടുക്കെ വന്നു, യജമാനനെ, നീ വിതയ്ക്കാത്തയിടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തയിടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റേതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. ദൈവത്തെ കഠിന മനുഷ്യനായി കാണുകയാണ്. നിങ്ങൾ എല്ലാവരും കേൾക്കണം, നരകത്തിൽ വെറുതെ പോവില്ല. സ്നേഹനിധിയായ ദൈവത്തിന് സ്തോത്രം. നരകം എന്തിനാ ഉണ്ടാക്കിയത്? ദൈവമക്കൾക്ക് വേണ്ടിയിട്ടല്ല. ദൈവത്തെ സ്നേഹമായി കാണാതെ കഠിന ഹൃദയനായി കണ്ടു. ഈ ദൈവത്തിൽ പോലും തിന്മ കണ്ടെത്തുകയാണ്. നമ്മുടെ കൂട്ടായ്മയിലുണ്ട് കുറെ പേരൊക്കെ അങ്ങനെ. ദൈവത്തിന് സ്തോത്രം. ഏത് നന്മയിലും തിന്മ കാണുന്ന ദോഷൈക നിൽക്കുക. എന്തുമാത്രം നന്മകൾ എടുത്തു പറയാനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റം വിരൽ ചൂണ്ടി നടത്തുന്നവർക്കും മറ്റുള്ളവർക്കും പ്രവർത്തകർക്കും എതിരായി പറഞ്ഞേ മതിയാവുകയുള്ളൂ. കെടാത്ത തീയും ചാകാത്ത പുഴുവും കത്തുന്ന ഗന്ധകവും. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും പുറത്തുള്ള അന്ധകാരത്തിലെ തീ അതെവിടെ അനുഭവിക്കുമ്പോൾ അയ്യോ, അന്ന് ഈ ദൈവദാസൻ പറഞ്ഞ സത്യമായിരുന്നല്ലെന്ന് ഓർക്കാൻ ഇടവരരുത്. ഇപ്പോഴേ തിരിഞ്ഞോളണം. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. അവനവൻ അത് വർദ്ധിപ്പിക്കാത്തതിന് സ്വന്തം പ്രവൃത്തിയെ ന്യായീകരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ നേരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരു തെറ്റോ കുറവോ ചെയ്യരുതാത്ത എന്താ നീ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെണ്ണാണോ ന്യായീകരണം പറഞ്ഞിരിക്കും. ഏറ്റവും പുറത്തുള്ളതായ നരകത്തിയിലായിരിക്കും. ഞാൻ പാപി എന്ന് പറയുന്നതിന് പകരം ഞാൻ പാപം ചെയ്ത് ഇന്നതുകൊണ്ടാണ്, ഭർത്താവിൻ്റെ കുറ്റമാണ്, അല്ലെങ്കിൽ പശുവിൻ്റെ കുറ്റമാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ കുറ്റമാണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരണം. 10,000-ലൊരംശം ഞാനും നിങ്ങളും ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്ന വ്യക്തിയെ നീതീകരിക്കാൻ ദൈവത്തിൻ്റെ കരം ചലിക്കുകയില്ല. എല്ലാവരും കേട്ടോ അത്? ഞാൻ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തതിന് 10,000-ലൊരംശമെങ്കിലും ന്യായീകരണം, ഇന്നതുകൊണ്ടാണ് ഞാൻ ആ തെറ്റ് ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞു പോയോ, ദൈവം നീതീകരിക്കുകയില്ല. അത് വ്യക്തമായി നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവനത് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പിന്നെ അവനെ എന്നാ അറിയാം, ഇത് കുഴപ്പം ചെയ്തില്ല, ഞാൻ അവിടെ മണ്ണിൽ കുഴിച്ച് വയ്ക്കല്ലേ ഉള്ളൂ. അതൊരു വലിയ തെറ്റാണ്. അതൊരു വലിയ തെറ്റാണ്. ഹി ഡിസൈഡ്സ് ടു കീപ് തിങ്സ് എക്സാക്ട്ലി ആസ് ഇറ്റ് വെർ. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയെന്ന്, വലിയ മാറ്റമൊന്നും വരുത്തണ്ട. വന്ന് നമുക്കൊന്നൊക്കെ ഒന്ന് കൂടി കൈയൊക്കെ കൂട്ടി ഒന്ന് പ്രാർത്ഥിച്ചു, അതിനപ്പുറമുള്ളതായ വലിയ വേലയോ വലിയ വലിയ കൺവെൻഷനോ ദൈവത്തിന് സ്തോത്രം വലിയ ഭവന സന്ദർശനങ്ങളോ അങ്ങനെ ഒന്നും വലിയ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതുപോലെ പോകുന്ന പോലെയൊക്കെ പോയാൽ മതി. അങ്ങനെ വലിയ റിവൈവലോ വലിയ ഉണർവിൻ്റെതായ പ്രവർത്തനങ്ങളോ ഒന്നും ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. ദാറ്റ്സ് എ ഷട്ട് മൈൻഡ്. നിങ്ങൾ ആരെങ്കിലും ഉണർന്ന് എഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന ആഗ്രഹിക്കുന്ന ദൈവമക്കളെ പയ്യെ പയ്യെ തണുപ്പിച്ചിട്ടുണ്ടോ? ശമൂവേൽ ബാലനോട് പറഞ്ഞ പോലെ നീ പോയി കിടന്നു വെറുതെ അന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അത് അപകടമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. പണിയുകയില്ല, മറ്റുള്ളവരെ കൊണ്ട് പണി ചെയ്യിക്കുകയുമില്ല. അത് അപകടമാണ്. ഹല്ലേലൂയ. പിന്നെ അവന് പരിഭവമാണ്. ഇത്രയല്ലേ തന്നുള്ളൂ. എല്ലാവർക്കും 5 കൊടുത്ത് മറ്റു 2 കൊടുത്ത് എനിക്ക് ആകെ വന്നല്ലേ, എന്നെയും തരം താത്തിയല്ലേ കണ്ടത്. ഉള്ളതാലെന്ന് മതിയെന്നേ. നിങ്ങളൊന്ന് ഉണർന്നേ ദൈവമക്കളെ. ഇത്രയും പേര് ശക്തിയോടെ ഒന്ന് പ്രവർത്തിച്ചാൽ എന്താവും നിങ്ങൾ? നമുക്ക് ഈ പ്രദേശത്തെ കീഴ്മേൽ മറിക്കാനായിട്ട് സാധിക്കും. ഒരൊറ്റ ശക്തിയും അതിനെതിരായിട്ട് നിൽക്കുകയില്ല. കാരണം പൗലോസ്ലീഹ ഒരു മർമ്മം കണ്ടുപിടിച്ച്, എന്താ അത്? എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം. അടുത്ത വാക്കെന്താ? ഞാൻ ഏതിനൊക്കെയാ ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? ഞാൻ സകലത്തിന് മതിയായനാണ്. ബിക്കോസ് ദെയർ ഈസ് എ സോഴ്സ് വിച്ച് സ്ട്രെങ്തൻ മീ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വി ആർ നോട്ട് ഈക്വൽ ഇൻ ടാലൻസ്. തന്നിരിക്കുന്ന കഴിവുകളിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. ബട്ട് വി ക്യാൻ ബി ഈക്വൽ ഇൻ എഫേർട്സ്. കഠിനാധ്വാനം ചെയ്യാൻ പാടില്ലേ? ദൈവത്തിന് പ്രസംഗിക്കാനൊക്കെ ഇല്ലായിരിക്കും.
വാഹനം ഓടിക്കാൻ പറ്റില്ലായിരിക്കും, വീട് കയറാൻ വയ്യേ, ഫോൺ വിളിക്കാൻ വയ്യേ, ഹല്ലേലൂയ, മുട്ടുപേരുന്ന് പ്രാർത്ഥിക്കാൻ വയ്യേ. ദൈവത്തിന് സ്തോത്രം. ദുഷ്ടനും മടിയനും കൊള്ളരുതാത്തവനായ ദാസന് ഏറ്റവും പുറത്തുള്ള അന്ധകാരത്തിൽ. ഞാനിത് പറയുമ്പോഴും സാറേ സത്യമാണ്, എനിക്ക് താലന്ത് ഞാൻ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് മേടിച്ചതാണ്. എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്കൊരു സ്ഥാപനം തുടങ്ങാൻ സാധിച്ചു, ഒരു ക്ലിനിക്ക് തുടങ്ങാൻ സാധിച്ചു, എനിക്കൊരു വാഹനം കിട്ടി. ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്കൊരു നല്ല ഫോൺ കിട്ടി, എനിക്ക് ഒരു ഡിഗ്രി കിട്ടി. ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്ക് വചനം പറയാനുള്ള കൃപ ലഭിച്ചു. എനിക്ക് മുറ്റമടിക്കാനുള്ള കൈ തന്നു, പാത്രം കഴുകാനുള്ള ഇരിക്കുന്ന ദൈവത്തിൻ്റെ സ്തോത്രം കൈകൾ തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട് കഴുകാനുള്ള കാലുകൾ എനിക്ക് തന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. മറ്റുള്ളവർക്ക് ബൈബിൾ മേടിച്ചു കൊടുക്കാനും അതിനൊക്കെയുള്ള പണം എനിക്ക് തന്നു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. ഞാൻ തന്നാലാവത് ചെയ്ത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദൈവത്തിൻ്റെ സ്തോത്രം സ്വർഗ്ഗ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുകയും ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ ഒരു താലന്ത് കൊടുത്തവന് മറ്റുള്ളവരെ ഇനി ഒരു താലന്തോടെ കിട്ടി, അത് 5 10 2 4 ഇനി അത്ര നീ ചെയ്തില്ലേ, നീ പോയി റെസ്റ്റ് ചെയ്തോളാനല്ല പറഞ്ഞത്. താലന്ത് വർദ്ധിപ്പിച്ചവരോട് ഇനി പോയി വിശ്രമിച്ചോളാനല്ല പറഞ്ഞത്. ഞാൻ നിന്നെ അധികത്തിന് വിചാരങ്ങനാക്കും. കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവരെ കൂടുതൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കണക്ക് തീർക്കില്ലേ? കണക്ക് തീർക്കുന്നൊരു നാൾ വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാന് വന്ന് അവരുമായി എല്ലാവർക്കും ഉറപ്പുണ്ടോ കണക്ക് തീർക്കുമെന്ന്? കണക്ക് തീർക്കില്ലേ? കണക്ക് തീർക്കില്ലേ? എന്തോരം എന്നെ കൊടുക്കാനുണ്ട്? ദൈവത്തിൻ്റെ സ്തോത്രം. കണക്ക് തീർക്കുന്ന ദിവസം അടുത്ത് വന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നമുക്കിപ്പോൾ എന്ത് പറയാനുണ്ട്? നിങ്ങളൊരു തീരുമാനം എടുക്കുമോ? കടങ്ങൾ വല്ലതും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറയുകയാണ്, തീ കത്തുന്ന സമയമാണ്. യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. നരകത്തിൻ്റെ തീപ്പൊയ്യിലേക്ക് തള്ളിയിടാൻ വേണ്ടിയിട്ടല്ല കർത്താവ് വചനം തന്നത്, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവേ, ഞാൻ കടക്കാരനായിട്ടാണ് വന്നിരിക്കുന്ന ആർക്കെല്ലാം ബോധ്യമുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ഫിലെമോൻ ലേഖനത്തിൽ പറയുന്ന പോലെ ആ കടമെല്ലാം എൻ്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കടമെല്ലാം ഏറ്റെടുക്കാൻ കർത്താവായ യേശു ക്രിസ്തു വന്നു. അവൻ നമ്മുടെ കടങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിന്മേൽ ഒരു പരിഹാരം വരുത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ്റെ പേരിൽ ഈ കാര്യരുമ്പാണികൾ കൊണ്ട് കണക്കെഴുതിയേക്കുന്നതായി മുറിപ്പാടുകൾ കാണുന്നില്ലേ? എൻ്റെ കടമാണ്, എൻ്റെ ബാധ്യതകളാണ്. ഹല്ലേലൂയ. ഇനി ഹല്ലേലൂയ, കർത്താവേ, എന്നെ നരകത്തിലേക്ക് വിടണ്ട. ഞാൻ ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെതായ പാപത്തിൻ്റെയും കുറ്റത്തിൻ്റെയും ചെയ്തതിൻ്റെയും ഹല്ലേലൂയ, ഹല്ലേലൂയ, ചെയ്യേണ്ടത് ചെയ്യാതിരുന്നതിൻ്റെയും കണക്ക് മുഴുവൻ നിന്റെ മേൽ കാര്യരുമ്പാണികൾ കൊണ്ട് കീറി മുറിച്ച് രക്തം മാർന്നൊലിക്കുന്നതായ ആ ക്രൂശിൻ ചോട്ടിലേക്ക് ഞാനിപ്പോൾ വന്ന് ആ ചുടുരക്തം മാർന്നൊലിക്കുന്ന ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവേ നിന്നോടൊരു വാക്ക് പറയുകയാണ്. ഹല്ലേലൂയ, എൻ്റെ കടച്ചീട്ടിപ്പോൾ കീറി തരണമേ. എൻ്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ, അത്ഭുതം നടക്കണം. എൻ്റെ കടച്ചീട്ടിപ്പോൾ കീറി തരണമേ. കുഞ്ഞാടിൻ രക്തം, പാപമോചനം ഒഴുകി തരുന്ന രക്തം ഇപ്പോൾ നിങ്ങളുടെ പാപക്കളർ മുഴുവൻ കഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കടച്ചീട്ട് കീറി കത്തിച്ച് കളയട്ടെ. ഹല്ലേലൂയ. പക്ഷെ കർത്താവിനൊരു വാക്ക് കിട്ടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് മുതൽ ഞാൻ തീരുമാനത്തോടെ ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ എന്നാലാവത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, വാർദ്ധക്യത്തിൽ ഉൾപ്പെടെ, രോഗികൾ ഉൾപ്പെടെ ഹല്ലേലൂയ ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിർണായകമായ ശാപം മാറുന്ന ഒരു തീരുമാനം ഇന്ന് മുതൽ ഞാൻ തീരുമാനിക്കുന്നു. ഇതുവരെ വന്ന എൻ്റെ ശാപങ്ങളും എൻ്റെ പാപങ്ങളും കടങ്ങളും വഹിച്ചു തന്നാൽ ഈ നിമിഷം ഞാൻ നിന്നോട് വ്യക്തമായ തീരുമാനം പറയുകയാണ്. ഇന്നു മുതൽ എന്നാലാവത് കർത്താവിനും സുവിശേഷത്തിനും പാപിയുടെ മാനസാന്തരത്തിനും വേണ്ടി ഞാൻ ചെയ്യും. തീരുമാനമുണ്ടോ നിങ്ങൾക്ക് വല്ലതും? എന്നാലാവത് കർത്താവിനും പാപിയുടെ മാനസാന്തരത്തിനും സുവിശേഷത്തിനും വേണ്ടി ഞാൻ ചെയ്യുമെന്ന് വ്യക്തമായ തീരുമാനം മാത്രമുള്ള ദൈവമക്കൾ ഒരു കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീവരക്തം കഴുകട്ടെ. ഹല്ലേലൂയ. സ്വർഗം സന്തോഷിക്കട്ടെ. പാപിയുടെ മാനസാന്തരം നടക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം.